Hey guys, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് രാവിലെ എഴുന്നേറ്റു, അമ്പലത്തിൽ പോയി തിരിച്ച് വീട്ടിൽ വന്നു. എന്റെ ഈ ബുക്ക് തീർന്നില്ല ഗൈസ്, ഇതും പിടിച്ചോണ്ടിരിക്കുകയാണ്. ഒരു ചായ കുടിച്ച് ഇന്ന് നമ്മുടെ അഖിലേഷിന്റെ മോന്റെ മൂന്നുകെട്ടാണ്. അപ്പൊ നമുക്ക് നേരെ ചെങ്ങന്നൂർ പോണം. അത് മാത്രമല്ല 3D ഒരു കാക്ക ഇപ്പൊ എന്നെ കൊത്തിയന. അത് മാത്രമല്ല ഗൈസ്, അഖിലേഷിന്റെ മോന്റെ പേരെന്താണെന്ന് ഇന്ന് റിവീൽ ആവുകയാണ്. കുറെ നാളായിട്ട് അവൻ പേര് തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ഇതുവരെ പേര് റിവീൽ ആയില്ല. അപ്പൊ ഇന്ന് എന്തായാലും റിവീൽ ആവും. എന്തായാലും ഈ ചായ കുടിച്ച് ഫുഡും കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ സുഹൃത്തുക്കളെ ചെങ്ങന്നൂരേക്ക്. ഗുഡ് മോർണിംഗ് ഗോസ്റ്റാപ്പി. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ലഡുവിനെ കാണട്ടെ. ഹലോ ലഡു, ഗുഡ് മോർണിംഗ് പറ. ചൊറിഞ്ഞോണ്ടിരിക്കാനടി ഗുഡ് മോർണിംഗ് പറയടി. അതാണ് അവളുടെ ഗുഡ് മോർണിംഗ്. പിതാശ്രീ, നമുക്ക് പോകണ്ടേ ഇന്നങ്ങ് ചെങ്ങന്നൂരേക്ക്? വാങ്ങണം. എന്ത് വാങ്ങും വെച്ചാ? ഗോൾഡ് വാങ്ങിച്ചു കൊടുക്കുക അല്ലേ? ഇന്ന് ഇഡലി സാമ്പാറും അല്ല, ഇഡലി ചമ്മന്തി ആണല്ലോ. ഓഹ്, എനിക്ക് വയ്യ. അമ്മ ഒരുങ്ങി കഴിഞ്ഞ ഇന്നെന്ത് പതിവില്ലാതെ അമ്മ ആദ്യം ഒരുങ്ങിയത്? ഓഹോ, ആണോ? സെറ്റാണോ? ഞാൻ കഴിച്ചിട്ടിറങ്ങാം. അമ്മ എനിക്ക് ഇഡലി എടുത്തു തരുമോ? ഞാൻ ഉണ്ടല്ലോ ചാ, ഇന്ന് രാവിലെ ഇപ്പം അവിടെ ഒരു ഇൻട്രോ എടുക്കായിരുന്നു. അപ്പൊ നമ്മുടെ പിന്നല്ല എന്താ പറയണത്, കൈവരിയിൽ ഇരുന്നിട്ട് ബുക്ക് വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ നമ്മള് വീട് വെച്ച് ഇങ്ങോട്ട് മാറി കഴിഞ്ഞാലേ ഈ ഒരു ആംബിയൻസ് അവിടെ കിട്ടൂലല്ലോ. അത് ഞാൻ വണ്ടറായിട്ട് മിസ് ചെയ്യും. നമുക്ക് ആദ്യം നമുക്ക് വീട് പൂർത്തിയാക്കാം. അതെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം പിന്നീട് ആലോചിക്കാം. അതെ അതെ, അപ്പുറം നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് നിക്കാം. ഇനി വരുന്ന ജനറേഷൻ ഉണ്ടല്ലോ, അവർക്ക് അത് ഉപയോഗിക്കാൻ ഭയങ്കര സുഖമായിരിക്കും. കാരണം അങ്ങനെ മോഡേൺ ആയിട്ടല്ലേ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ കിണറും ഈ കാക്കയുടെ വിളിയും പൂച്ചേര അത് മാത്രമല്ല, ഇത്രയും നമുക്ക് അത് ഇവിടെ കൊണ്ടുപോകുന്ന സ്ഥലം കഴിച്ച എവിടെ നോക്കിയാലും പ്രകൃതി രമണീയാണ്. അവിടെ നോക്കിയാൽ അപ്പുറത്തെ വീട് കാണും. എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ ഗൂസ്. എന്നിട്ട് ഞങ്ങൾ പോവുകയാണ് അങ്ങോട്ട്. എന്നിട്ട് പോണ വഴിക്ക് നമുക്ക് സ്വർണ്ണത്തിൽ ഗോൾഡ് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. ചെറുക്കന് ഭാവിയിൽ ഉപയോഗം വരട്ടെ. അല്ലെങ്കിൽ അഖിലേഷ് ഇപ്പൊ എടുത്ത് ഉപയോഗിക്കും. എന്തായാലും ഉപയോഗം വരട്ടെ. ഓക്കെ ഗായ്സ്, ഞാൻ റെഡി ആയിരിക്കുന്നു. മുണ്ടാണ് ഞാൻ ഇന്ന് ചൂസ് ചെയ്ത വേഷം. ഇത് പിന്നെ നമ്മുടെ സ്വപ്നമന്ത്ര ചേച്ചിയുടെ അന്ന് അവിടെ നിന്ന് മഞ്ചേച്ചി ചൂസ് ചെയ്യുന്ന ഉടുപ്പാണ്. എന്തായാലും ഞാൻ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്, നമുക്ക് ഇനി ഇറങ്ങാം. ഗൈസ്, അമ്മയ്ക്ക് ലേസ് വേണോന്ന് എന്നാ ലേസ് പോണ്ടേ? അച്ഛൻ കയറി മേളില്. അതെന്ന് തോന്നുന്നു അതാണ് അമ്മ സുഹൃത്തുക്കളെ. ഏഞ്ചലിന്റെ പാർട്ടുകൾ മാറ്റാൻ കൊടുത്തോണ്ട് ഇന്ന് ഡസ്റ്ററിലായിരിക്കും ഗൈസ് നമ്മുടെ യാത്ര. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, അച്ഛന്റെ ഡസ്റ്റർ റെഡി ആയി കിടക്കുന്നത്. പോടാ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഈ ഇരിക്കുന്ന മിറർ കണ്ടോ? ഇത് ഇന്നലെ അച്ഛനും ഇവിടുത്തെ മാമാരും എല്ലാം കൂടെ സെറ്റ് ചെയ്തതാണ്. അതാകുമ്പോഴത്തേക്ക് ഇവിടെ റോഡിൽ വന്ന് കയറുമ്പോൾ നമുക്ക് സൈഡ് നോക്കാമല്ലോ. പക്ഷെ അങ്ങനെ ഞങ്ങളുടെ വഴിക്കും കിട്ടി ഗൈസ് ഒരു മിറർ. എത്ര അച്ഛാ മിററിന്? 6000 ചില്ലാണ്. പക്ഷെ വൃത്താണ് കേട്ടോ, ഇവിടുന്ന് നോക്കുമ്പോ കാണാം, നല്ലതായിട്ട് കാണാം. 1 മീറ്റർ ലെൻസ് അല്ലേ? മിറർ നല്ല രസമുണ്ട്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും. അപ്പം ഇത് കോൺവെക്സ് മിറർ ആണ്. പക്ഷെ നല്ല രസമുണ്ട് അത് കാണാൻ. ചെല്ലമംഗലത്ത് നാളെ ഉത്സവം തുടങ്ങിയാണ്. ഈ ലൈറ്റ് സെറ്റപ്പുകളൊക്കെ അതിന് വേണ്ടി ഇട്ടേക്കുന്നുണ്ട്. ഇവിടെ ഒത്തിരി നാളെ ഇനി കൊലവാഴകൾ വരും കേട്ടോ. നമുക്ക് നേരെ ഭീമയിലോട്ട് പോവാം. ഭീമയെന്ന് കൊച്ചിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അയ്യോ ഗൈസ്, ഭീമ തുറന്നില്ല. എന്നാ പിന്നെ കുഴപ്പമില്ല, നമുക്ക് പോണ വഴിക്ക് നോക്കാം ഗൈസ്. കൊട്ടാരക്കരയൊക്കെ ഉണ്ടല്ലോ, അവിടെ നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നേരെ ഓഫ് ടു കൊട്ടാരക്കര. കൊട്ടാരക്കര നിർത്തിയില്ല ഗൈസ്, നമ്മൾ നേരെ അടൂര് ഭീമയിൽ നടക്കാമെന്ന് വിചാരിച്ച ഈ സാധനം. എന്നിട്ട് അച്ഛനും അമ്മ എവിടെ നിന്ന് സെലക്ട് ചെയ്തോണ്ട് നിൽക്കുക. അഖിലേഷിന്റെ ചെറുക്കനൊരു മാല കൊടുക്കാന്ന് വിചാരിക്കണ ഗൈസ്. നോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഈ മാല കാണാൻ നല്ല രസമുണ്ട്. ഇത് ഇടുമ്പോഴും വേനിക്കൂലെന്ന് തോന്നല്ലേ? ഇത് കൊടുത്താലോ? ഒന്നുകൂടെ നോക്കാം ഗൈസ്, എന്നിട്ട് ഇത് നമുക്ക് ഫൈനലൈസ് ചെയ്യാം ഗൈസ്. കൊച്ചിന് മാല എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കമ്മല് നോക്കി അമ്മ. അമ്മ ഇത് ഇതൊക്കെയാണ് അമ്മ? ഇത് ഇഷ്ടപ്പെട്ടാ? കൊള്ളാം വെച്ചാൽ നിങ്ങൾ വാങ്ങിച്ചു തന്നെയാണ് എനിക്ക്. ആണോ? ബൈ ദ ബൈ ഗൈസ്, ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് കേട്ടോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും. വാലന്റൈൻസ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ എടുത്തോളാം അച്ഛാ. അതെ, സ്നേഹത്തിന്റെ സമ്മാനം. കുഴപ്പമില്ല, തൽക്കാലം പെണ്ണു അല്ലേ? സ്നേഹിക്കുന്ന അച്ഛനായാലും ആരായാലും സ്നേഹം തന്നെയാണ്. അപ്പൊ അമ്മ മാല വാങ്ങിച്ചതെന്ന് അച്ഛൻ കമ്മല് വാങ്ങിച്ചത്. എനിക്ക് വയ്യ. ഇത് ഇട്ടേ പിന്നെ ഇതൊരു അങ്ങനെ ഊരിയിട്ടില്ല ഗൈസ്. എങ്ങനെയുണ്ട്? കൊള്ളാവും.
എങ്ങനെയുണ്ട് അച്ഛാ? വളരെ നന്നായിട്ടുണ്ട്. കൊള്ളാമോ? എങ്ങനെയുണ്ട്? മുരുകസ്വാമി കാത് കുത്തിയിട്ടുണ്ട്, ഞാനും കാത് കുത്തും. അതാണ് ദൈവങ്ങളെല്ലാം കമ്മലിട്ടിട്ടുണ്ട്. ഇല്ലേ? മുടി വളരൂല കേസ്, അല്ലേ ഞാൻ മുടി വളർത്തിയല്ല. ഓ കൊള്ളാം കേട്ടാ, വലിയ കല്ല് കേട്ടാ അച്ഛാ. എങ്ങനെയുണ്ടോ സന്ദീപ്? കൊള്ളാമോ? എന്റെ പൊന്നേ, ഓ സത്യം ബില്ലടിക്കാൻ വർഷങ്ങളെടുത്ത കേസ്. ഓ അതെ, ഡെലിവറി ടൈം. പക്ഷെ സാധനം അടിപൊളി കേട്ടാ. സത്യം അവിടെ ഭയങ്കര പോസ്റ്റ് ആയി പോയി കേസ്. ഞങ്ങള് ഇനി പടയെന്നും പറഞ്ഞിട്ട് കൊച്ചിന് നൂല് കെട്ടണമെന്ന് മുന്നേ അവിടെ എത്തണം കേസ്. നമുക്ക് അതിലേശം ഇപ്പൊ എത്തിയുള്ളൂ അവിടെ. പക്ഷെ നമ്മൾ ലേറ്റ് ആവാൻ പാടില്ലല്ലോ. ഇനി ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. നമ്മൾ ആദ്യം എടുത്ത് നോക്കിയ ചെയിനില്ലേ കേസ്, അത് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. അത് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, നല്ല സ്മൂത്ത് ചെയിൻ നോക്കിയാണ് എടുത്തത്. അപ്പൊ ഇട്ടോണ്ട് നടന്നാലും നല്ല അടിപൊളിയായിരിക്കും. പിന്നെ സ്വർണ്ണമാണ് കേസ് ഞാൻ ഇപ്പൊ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് താഴുമെങ്കിലും പക്ഷെ വർഷങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നല്ലതാണ് സ്വർണ്ണം. പിന്നെ അഖിലേഷ ഇതെടുത്ത് മറിക്കരുത് നീ. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ അഖിലേഷ് അളിയന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഐ മീൻ അമ്മൂസിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വെച്ചാണ് നൂല്. ഹലോ, പേരിട്ടാ ആ മാമി ഇവിടെ ഉണ്ടായിരുന്ന. സീക്രട്ട് ആക്കി വെച്ചിരിക്കുന്ന പേര് ആ കട്ടന്റെ പിറകിലാണ്. ബേബി നെയിമിംഗ് സെറമണി എന്ന് എഴുതിയേക്കുന്നുണ്ടാവുക. ഒരു മാല ഇട്ടോട്ടാ. ആണ്ടാ, ഞാൻ മാലയിട്ടപ്പോ അവൻ കരഞ്ഞില്ലേ അധികം. അവനറിയാം ആളാരാണെന്ന് അറിയും. അല്ലടാ, ഞാൻ മാലയിട്ടപ്പോ അവൻ ശാന്തനായി. അയ്യോ, അണ്ണ ഇവിടെ ഉണ്ടായിരുന്നാ? നിങ്ങളിപ്പോ പഠിച്ചു വെക്കാം അല്ലേ ടെക്നീക്കുകളൊക്കെ? ഞാൻ എടുത്തു, രണ്ടുപേരെ എടുത്തു. ഹലോ പറ, ഹലോ പറയൂല, അവൻ മൂടില്ല. നീരജ് ചേച്ചി കൊച്ചിനെ എടുത്തു. ചെറുക്കൻ നിന്റെ പേര് ഞാൻ ഇതുവരെ കേട്ടില്ല. നീ കേട്ടാ? അവൻ കേട്ടെന്ന്. അമ്മൂസിനെ പോലെ ഇരിക്കുന്നല്ലേ. അമ്മൂസിന്റെ ഇരിപ്പ്, അഖിലേഷിന്റെ നോട്ടം. ഇതെന്തുവാ അങ്ങളെ? ഇപ്പൊ എന്താ ചെയ്തേ? ആണോ? ഓ, മീൻ കഴിക്കാൻ പോണം. ഓ, അങ്ങനെ പേര് റിവീൽ ചെയ്യാൻ പോവാണ് ഗൈസ്. ഓക്കെ, റോക്കി ബൈ ആവല്ലേശ്വര. ആരവ് ഒരുപാട് ആരവ് ഉണ്ടാക്കും. നല്ല പേരല്ലേ അമ്മ? ആരവയാർ, നല്ല പേര്. എന്തുകൊണ്ടാണ് ആരവ് തരാൻ കാരണം? അതിനകത്ത് അഖിലേഷുണ്ട്, രേഷ്മയുണ്ട്. ഓ അങ്ങനെ. കൊള്ളാം മക്കളെ, കൊള്ളാം. എന്തിനാടാ? ഓ സത്യം കൊണ്ടോ, നന്നായിരിക്കും മക്കളെ. സ്കൂൾ കാലഘട്ടങ്ങളിൽ നീ കുറച്ച് ബുദ്ധിമുട്ടും. എന്തൊക്കെയുണ്ടോ വിശേഷം? ഇത്ര നാളായി വ്ളോഗി വന്നിട്ട്. സത്യം കാലങ്ങളായി വ്ളോഗി വന്നിട്ട്. അണ്ണൻ ഞാൻ കമ്മലിട്ടെന്നും അറിഞ്ഞില്ല കേസ്. എങ്ങനെയുണ്ടോ? രസമില്ലേ? അണ്ണ ഒരിടത്ത് ഇട്ടിട്ടുണ്ടല്ലേ? ഞാൻ രണ്ടിടത്ത് ചാടും. സത്യം അണ്ണൻ കാത് കുത്തുന്നത് എന്റെ വീഡിയോക്കകത്തുണ്ട് കേസ്. നൊക്ലാച്ചിയ. ചടങ്ങുകളാ കഴിഞ്ഞിരിക്കുകയാണ്. കൊച്ചിന്റെ പേര് ആര. കൊള്ളാല്ലേ? നല്ല രസമുണ്ട്. മോളെവിടെ? ആണോ? വീട്ടിലാ? പിന്നെ മിസ് ചെയ്യൂല. ആണോ? ഓ, ഇവിടെ ക്ലാസ് ഫസ്റ്റ് ആയിരിക്കും കേട്ടോ. അണ്ണ അംഗൻവാടിയില്ല. അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. അച്ഛാ പേര് കേട്ടാ? അച്ഛാ അതെ, ഞാനും അതാണ്ടാ കേട്ടപ്പോ ആദ്യമായിട്ട് പറഞ്ഞത്. പിന്നെ സെറ്റ്. അമ്മ ഇവളെ കണക്കല്ലേ അമ്മ ഇരിക്കണ വെച്ച്? വലുത് ആണാ? ചിലപ്പം വലുതായി വരുമ്പോ നിന്നെ കണക്കിരിക്കൂടാ. എന്തായാലും കൊച്ച് റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് മാറിക്കൊടുക്കാം അച്ഛാ. ഉറങ്ങട്ടെ. ചാച്ചിക്കോ മാവേ. ആ മാല അവിടെ തന്നെ കാണണം. സദ്യക്കിരുന്ന കേസ്. ഒരു തിരുവനന്തപുരംകാരനെന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഈ ഇഞ്ചി ഇവിടെയും മാങ്ങ ഇവിടെയുമാണ് വരേണ്ടത്. നീ എവിടെ ഇരുന്നാലും തിന്നാനുള്ളതല്ല, പക്ഷെ സദ്യ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഉള്ളിലൊരു ഇത് വരും അല്ലേ അമ്മ? ഓരോ മുക്കിനായി പോയല്ലേ? ആ, ഞങ്ങൾ കഴിച്ചിട്ട് വരാവേ. പരിപാടി കഴിഞ്ഞ് ചെറുക്കൻ ചില്ലടിക്കുകയാണ്. അമ്മൂസേ മക്കളെ, ഞാൻ പോയിട്ട് വരണാടാ.
ഹാപ്പി അല്ലേ നീ? സെറ്റാണല്ലോ. പോയിട്ട് വരാം. മാമി പോണേ. ടാറ്റ. മാമി പോട്ടാ. ഇറങ്ങ, നിങ്ങൾ ഇറങ്ങണില്ലേ? ആണോ? പോയിട്ട് വരാവേ. ടാറ്റ. ചെറുക്ക പോയിട്ട് വരാവേ. നമസ്കാരം അമ്മ. ആ പോയിട്ട് വരട്ടോ അമ്മ. ശരി, ഇപ്പൊ ഇറങ്ങൂലല്ലോ, കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങുള്ളൂ. ശരി, പോയിട്ട് വരാം. പോയിട്ട് വരാം. വിശദമായിട്ട് ദിവസം സമാനമായിട്ട് സംസാരിക്കാം. ഇതാണ് ബൈ അമ്മൂസിന്റെ അച്ഛൻ. ഇപ്പൊ നിന്റെ പിണക്കമൊക്കെ മാറിയ ചക്കരെ. ആ ഞങ്ങൾ ഉറങ്ങുക. അപ്പൊ ഞങ്ങൾ ഫ്രണ്ടിൽ കൂടാ. ടാറ്റ വിട്ട് വ്ളോഗിന് ടാറ്റ വിട്ടു മക്കളെ. അവള് ടാറ്റ കൊടുക്കൂല കേട്ടാ. പക്ഷെ അന്നത്തെ കാട്ടി മെച്ചമുണ്ട്. ചിരിയൊക്കെ ഉണ്ടെന്ന്. അതെന്ത് കളി? ബാ ഇറങ്ങാച്ചാ, നമുക്ക് പോയിട്ട് വരാമോ? ടാറ്റ. വലിയ പോയിട്ട് വരാം. ടാറ്റ. ഓ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വയറ് കുത്തുപോയി. നല്ല സദ്യയായിരുന്നു. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അഖിലേഷിന്റെ ഒരുവിധം എല്ലാ പരിപാടിക്കും, അവന്റെ കല്യാണം, നിശ്ചയം, എല്ലാ പരിപാടിക്കും ഞാൻ വന്നിട്ടുണ്ട്. അല്ലേ അച്ഛാ? ഒന്നും മിസ്സായിട്ടില്ല. അഖിലേഷിന് അതെന്തോ ലക്കാണ് കേട്ടോ. ഒരു ഷൂട്ടോ ഒന്നും വരാതെ അവന്റെ എല്ലാ പ്രോഗ്രാമിനും എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ട്. അയ്യാ, നമുക്ക് പോകാം സുഹൃത്തുക്കളെ. ഇനി ട്രിവാൻഡ്രത്തേക്ക് കുറെ നാൾക്ക് സുത്തണ്ണൻ ചേച്ചിയൊക്കെ ഉണ്ട്. അത് ഹാപ്പി. ലെറ്റ്സ് ഗോ. അങ്ങനെ പരിപാടികളെല്ലാം മംഗളകരമായി പൂർത്തിയാക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടന്ന് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ. രണ്ടെണ്ണം അമ്മയെ കണ്ട് ബഹളം വെക്കണമൊക്കെയാണ്. അമ്മ വന്ന് അവരെ തുറന്നു വിടാതെ അത് അടക്കിയുള്ള രണ്ടെണ്ണം. അമ്മയാണെങ്കിൽ പുതിയ സാരി ഉടുത്തോണ്ട് പോയതുകൊണ്ട് അത് ഊരായിരുന്ന ഇത് അള്ളി കീറുകയും ചെയ്യും. അതുകൊണ്ട് ഊരിട്ടൊന്ന് അവർ തുറന്നു വിടും. ഓ എന്റെ റൂം കിടക്കണ ഒരു കിടപ്പ് നോക്കണേ. ഷോ, ഇത് അത്രയും കഴുകാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ്. മറ്റേ മഴവില്ല് പോണ സമയത്ത് ഇട്ടോണ്ട് വരണത്. എന്തായാലും കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്യട്ടെ, എന്നിട്ട് ഇതൊക്കെ ഒന്ന് അടുക്കി സെറ്റ് ആക്കാം നമുക്ക്. ഗൈസ് ഞാൻ ഒന്ന് ചില്ലടിച്ചു, കുളിച്ചു. എന്നിട്ട് ഈ ഡ്രസ് ഉണ്ടല്ലോ ഗൈസ്, മഞ്ചേച്ചി എന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചത്. ഇത് എനിക്ക് സൈസ് അല്ലായിരുന്നു, ഇത് വീണ്ടും സൈസായി ഗൈസ്. അവിടെ അച്ഛനും നമ്മുടെ ആർക്കിടെക്ട് റൂബിനും കൂടെ ഇരുന്നിട്ട് വീടിന്റെ ഇന്റീരിയറിനെ എക്സ്റ്റീരിയറിനെ കുറിച്ച് ഉള്ള ഡിസ്കഷനിലാണ് ഗൈസ്. എനിക്ക് നല്ല ഭംഗി വേണം. ഭംഗി വിട്ട് ഞാൻ ഒരു കളിയില്ല. അച്ഛനാണെങ്കിൽ നല്ല അടച്ചുറപ്പ് വേണം. അത് വിട്ട് അച്ഛനൊരു കളിയില്ല. അങ്ങനെ മെറ്റീരിയലിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ചെല്ലാമംഗലം ദേവക്ഷേത്രത്തിലോട്ടോ, നാളെ ഉത്സവമല്ലേ, അപ്പൊ ഒരുക്കങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതെന്തോ ഇവിടെ കുറെ പാട് കിടക്കണത്? ഇത് ഏത് ജീവിയുടെ? ഇത് എന്റെ റൂമിനകത്ത് കയറി. ഇത് മരപ്പട്ടിയാ? എന്റെ റൂമിനകത്തോട്ടല്ലേ കയറി പോയേക്കണത്? അയ്യോ, എന്റെ റൂമിനകത്ത് കോക്കാച്ചി കയറി പോയേ. അമ്മ ഇതെന്തോ ഇത്? CCTV വെക്കേണ്ടി വരുമോ ഗൈസ്? ഇത് എന്തിന്റെ കാൽപ്പാടാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. ചിരിക്കണ നിന്നിട്ട് രാത്രി എന്നെ ഒന്ന് അള്ളു എന്തോ ഗൈസ്. തട്ടിന്റെ മേളിലേക്ക് കയറുള്ളൂ അല്ലേ? അവിടെ നിന്ന് താഴോട്ടിറങ്ങി വരാൻ ഭയങ്കര ദൂരമാണല്ലേ. ടെൻഷനാക്കി അവിടെ റൂബിൻ വധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അമ്പലത്തിലോട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. നോക്കിയാണ് കറക്റ്റ് മിറർ കേട്ടാ. അയ്യോടാ എന്ത് രസം നോക്കണേ. അത് സെറ്റ് ഞങ്ങളുടെ വഴിക്ക് വന്ന് കേസ്. അങ്ങനെ മിറർ അതുകൊണ്ട് ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ടേക്കണുണ്ട്. ഇവിടെ വലിയ LED വാള് വരുവേ. ഒറ്റ വരയ്ക്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് ചെല്ലമംഗലം ജംഗ്ഷൻ. ബലൂണുകാരൊക്കെ വന്ന് നേരത്തെ എത്തി. അതുകൊണ്ട് ഈ ആലില് കംപ്ലീറ്റ് LED തൂക്കിയിട്ടുണ്ട്. ഇത് രാത്രി വരുമ്പോ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നാളെ രാത്രി ലൈറ്റ് കത്തിക്കുമ്പോൾ ഞാൻ വന്ന് കാണിച്ചു തരാവേ. എന്നിട്ട് അമ്പലത്തിലോട്ട് കയറുമ്പം ഈ സൈഡിൽ സ്റ്റേജ്, ഈ സൈഡിൽ കമ്മിറ്റി ഓഫീസ്. ഇതാണ് നമ്മുടെ ചെല്ലമംഗലം ദേവീക്ഷേത്രം. ഫ്രണ്ടിൽ ആനക്കൊട്ടില്, ബാക്കിൽ അമ്പലം. മുതുക്ക് സ്റ്റേജാണ് കേട്ടോ. ഇവിടെ വെച്ചായിരിക്കും നമുക്ക് അനുമോദനം തരാൻ പോകുന്നത്. കമ്മിങ് സൂൺ. നാളെ ഉത്സവം തുടങ്ങണോണ്ട് പണി നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇവിടെ ഒരു LED വാള് വരും. അതുകൊണ്ട് ഇവിടെ ഒരു മുതുക്ക് LED ആയിരിക്കും ഗൈസ്. ഇവിടെ എന്താണ് വരണമെന്ന് എനിക്ക് അറിയാം, പക്ഷെ ഒരു വലിയ LED ആയിരിക്കും. ഇവിടെ ഒരു LED ഉണ്ട്. ഇതിലൊക്കെ കുഞ്ഞു കുഞ്ഞു LED തൂക്കങ്ങളുണ്ട്. ഇവിടെ ആരുടെ വണ്ടി വാഹന പൂജ നടക്കുന്നു. അവിടെ ശീവേലി കല്ലിന്റെ ഒക്കെ പോളിഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വലിയ LED വാള് വരുവേ. അതുകൊണ്ട് ഇവിടെ അവിടെയാണ് ഗൈസ് സദ്യാലയം. നിങ്ങൾ നോക്കിക്കോണേ, ഞാൻ നാളെ വന്ന് കാണിച്ചു തരാം. അവിടെ നിന്ന് അന്നദാനത്തിന്റെ ക്യൂ തുടങ്ങിയിട്ട് എല്ലാ വഴിയും വന്നിട്ട് ഓൾമോസ്റ്റ് ഇവിടം വരെ അന്നദാനത്തിന്റെ ക്യൂ എത്തും. ഒമ്മാതിരി തിരക്കാണ് ഇവിടുത്തെ അന്നദാനത്തിന്. പിന്നെ ഇവിടെ കംപ്ലീറ്റ് ഓണാവും. ഫുള്ള് സൗണ്ട്, ബഹളം, ഗാനമേളയൊക്കെ ഒരു ഭയങ്കര രസമാണ്. ഇതാണ് ഗൈസ് ചെല്ലമംഗലം ദേവീക്ഷേത്രത്തിലെ കൊടിമരം. ദൈവമേ, നാളെ കൊടി വരും ഗൈസ് ഉത്സവത്തിന്. എന്തായാലും നമുക്ക് എല്ലാം നാളെ കാണാം. എനിക്ക് 3 ദിവസത്തെ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ള ഗൈസ്. അത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രിപ്പ് വരികയാണ്. ആ ഒരു വിഷമേ ഉള്ളൂ. എന്തായാലും ഞാൻ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പുറത്തോട്ടിറങ്ങാം. ഇപ്പൊ നട തുറന്നേ ഉള്ളൂ. മാമി എന്തായി ഉത്സവത്തിന്റെ ചൂടായ ഇവിടെ? ആണല്ലേ. മാമി അമ്പലത്തിലാണ് കേസ് വർക്ക് ചെയ്യണത്. ഞാൻ നമ്മളെ അമ്പലവും പരിസരവും കാണിച്ചു കൊടുക്കായിരുന്നാണ്. 17-ാം തീയതി കാണൂലേ മാമി? ആണോ? ഉണ്ടാ? സ്ത്രീകളാണ് ഇപ്രാവശ്യം വെള്ളം?
ആണല്ലേ വിളമ്പണം അത്. ആ സെറ്റ് ആണ്. ഊഫ് എനിക്ക് വയ്യ, എന്റെ മാമി കൺവീനർ. പിന്നല്ല നമ്മൾ ആരാ തള്ളി വിടാതെ. ഞാൻ അമ്പലത്തിൽ കയറിട്ടാണ് ഞാൻ തൊഴുതിട്ട് ഇറങ്ങിയുള്ള. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. ഇന്ന് നേരത്തെ ആയിട്ട് എന്റെ മാമിയുടെ കെട്ടിയവനാണിത്. മാമ അല്ല പറയേണ്ട ആവശ്യമൊന്നുമില്ല, നാച്ചുറൽ വ്ളോഗറാണ്. ഞാൻ നമ്മുടെ സദ്യാലയം ഒന്ന് കാണിച്ചിട്ടുണ്ട്. മാവനും ഇവിടെ തന്നെയാണ് കേസ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അയ്യോ സ്പീക്കർ ഇട്ട് നമ്മുടെ ചെല്ലമംഗലത്ത് അമ്മയുടെ ചാർത്ത് അത് ഇവിടുത്തെ പോറ്റി സമ്മതിച്ചു കൊടുത്താലേ പറ്റുള്ളൂ. കണ്ടങ്ങ് നിന്നു കൈസ്. ഇനിയിപ്പോ ഉത്സവത്തിന് ഇതിന്റെ വേറെ ലെവല് ചാർത്തായിരിക്കും. അന്നേരം ദേവിയെ കാണേണ്ട തന്നെ കേട്ടോ. ഭയങ്കര രസമാണ്, ഭംഗിയാണ്, ഐശ്വര്യമാണ്. ഇതാണ് നമ്മുടെ ചെല്ലമംഗലം ദേവി ക്ഷേത്രത്തിലെ സദ്യാലയം. പണ്ട് ഇവിടെ വെച്ചിട്ട് മുതുക്ക് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പക്ഷേ എനിക്ക് തോന്നുന്നു വെടിക്കെട്ട് അങ്ങോട്ട് അലൗഡ് അല്ലെന്ന് തോന്നുന്നു. കുഞ്ഞു കുഞ്ഞു വെടിക്കെട്ട് അലൗഡ് ഉള്ളൂ. പണ്ട് ഭീകരം വെടിക്കെട്ടായിരുന്നു. പെർമിഷൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഇവിടെ ഈ കെട്ടിവിട്ടേക്കുന്നുണ്ട്. അത് അത്രയും അന്നദാനത്തിന്റെ ക്യൂവിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ LED അതൊക്കെ ഇനി ഇവിടെ വെക്കേയുള്ളൂ. ഇത് അത്രയും 10 ദിവസം അന്നദാനം ഉണ്ട്. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്കും ചില ദിവസങ്ങൾ രാവിലെയും. പക്ഷെ എല്ലാ ദിവസവും രാത്രി അന്നദാനം ഉണ്ടേ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ദിവസം പള്ളിവേട്ടയുടെ അന്ന് മീശമുക്ക് ജംഗ്ഷൻ മുതൽ ചെല്ലമംഗലം വരെ പല പല സ്ഥലങ്ങളിൽ അന്നദാനം ഫുള്ളോൺ ആഘോഷമാണ്. അത് മൊത്തം നിങ്ങൾ കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ പണ്ട് ഒരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ബൈ ദ വേ ഞങ്ങളുടെ സദ്യാലയം. ഇവിടെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. സദ്യാലയത്തിൽ വർക്കുകളൊക്കെ നടക്കണം. ഹലോ, അടിപൊളിയാക്കൂലേ സദ്യ? പിന്നല്ല. അതാണ് സുഹൃത്തുക്കളെ സദ്യാലയത്തിലെ വിശേഷങ്ങൾ. ഇത് അമ്പലത്തിന്റെ ബാക്ക് സൈഡാണ്. ബൈ ദ ബൈ അത് എന്തിനുള്ള കമ്മിറ്റി ഓഫീസാണെന്ന് അറിഞ്ഞൂടെ? അത് ലേറ്റസ്റ്റ് ആണ് ഗൈസ്. ഞാൻ അമ്പലത്തിൽ തൊഴുതിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗിരീഷ് അണ്ണൻ്റെ കോള് വന്ന്. നമ്മളവിടെ അന്ന് കാവടിക്ക് വ്രതമായിട്ട് മഹേഷ് ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടൻ കുറ്റിയാണി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ ബിനു അണ്ണൻ ഒരു അമ്പലത്തിൽ നിന്ന് പടം വരച്ചോണ്ടിരിക്കുന്നുണ്ട്. ആ വഴി കുറേ കൂടെ പോകുമ്പോൾ അമ്പലമാണ്. അപ്പോൾ അവിടെ നാളെ അഗ്നിക്കാവടിയാണ്. അപ്പോൾ ഇന്ന് രാത്രി കാപ്പുണ്ട്, ഇനി അങ്ങോട്ട് വരണ്ട. അവരാണ് നാളെ കളം ഒരുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. എന്തായാലും വീട്ടിൽ പോയിട്ട് വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെയാണ് അമ്പലം കേട്ടോ. ഇത് ആരും നോക്കൂ സുഹൃത്തുക്കളെ. വീണ്ടും ഓ സ്വാമി അരോ ഇവിടെയാണല്ലേ കളം. അണ്ണാ സുഖാണാ? നാളെ എത്ര മണിക്കാ കാവടി? 7:30 ആകുമ്പോ. ഇവിടെ 9:30. ആണാ? ഹലോ മക്കളെ. വലിയ ഹലോ. ഉമ്മ രണ്ടുപേരാണ് അഗ്നി എടുക്കുന്നത്. നല്ല അനുഗ്രഹം കിട്ടട്ടെ പിള്ളേർക്ക് ഭഗവാന്. ഇവിടെ വന്നപ്പോ വീണ്ടും അന്നദാനം വൈബ്സിലോട്ട് കയറി. അന്നദാനം കഴിച്ചിട്ടിറങ്ങി ഗൈസ്. അന്നദാനം കഴിച്ചിറങ്ങി. ഇന്ന് ഇവിടെ കാപ്പ് കേട്ടാണ്. അപ്പൊ ഞാൻ കാപ്പ് കേട്ടെന്ന് കാണിച്ചത്. പിന്നെ ഇവിടെ ഇന്ന് മേളം വായിക്കുന്നുണ്ടല്ലോ, അത് എന്റെ ഗുരു സുരേന്ദ്രൻ ആശാന്റെ ടീമാണ്. അപ്പൊ ആ മേളം കാണിച്ചത് സൂപ്പർ മേളമാണ്. അങ്ങോട്ട് പോകാം. എന്റെ ദൈവമേ, എനിക്കൊരു അനുഗ്രഹം പിള്ളേരെയൊക്കെ. മേളം എങ്ങനെയുണ്ട്? മേളം പൊളിയല്ലേ? അത് ഇവിടുത്തെ ഗുരുസ്വാമിയുടെ അനുഗ്രഹം കണ്ടായിരുന്നു. ഗുരുസ്വാമി ഇത്ര നേരം നിന്ന് ഈ പ്രായത്തിൽ സമ്മതിച്ചു കൊടുക്കണം. അവന്മാർ ഇപ്പോഴും സൈഡിൽ കിടക്കണല്ലോ കേട്ടാ. കാപ്പ് കെട്ടിയില്ല, പൂജ ആയതേ ഉള്ളു. എന്റെ ദൈവമേ, കാപ്പ് കെട്ടാൻ നേരത്തെ വേറെ ലെവൽ അനുഗ്രഹമായിരിക്കണം കാപ്പ് കെട്ടാൻ നേരത്തെ. നിങ്ങൾ രണ്ടുപേരല്ലേ അഗ്നി? ഹായ് പറഞ്ഞുതരാം. തേരാടാ തേര പറവ. പൂജ കഴിഞ്ഞ് ഇനി അടുത്തത് കാപ്പുകെട്ട് കാണാം. കാപ്പുകെട്ട് കാണാം.
ഓ എന്റെ ദൈവമേ, എന്തൊരു അനുഗ്രഹം കൈസ് ഇവിടെ. അവിടെ എന്തിനാണെങ്കിൽ ഷോക്ക് കാരണം കണക്കാണ് ശരീരത്തൂടെ. ഈ ഒരു അനുഗ്രഹമുള്ള അമ്പലം കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. പിള്ളേരൊക്കെ എന്തൊരു ദൈവമേ, നമ്മുടെ അവിടെ ഇത്ര അനുഗ്രഹിക്കാൻ സമ്മതിക്കൂല. കാവടി വേല കുത്തുന്നതിന് മുന്നേ ഇത്ര അനുഗ്രഹിക്കാൻ സമ്മതിക്കത്തേ ഇല്ല. പറയാൻ വാക്കുകളുണ്ട്. ഞാൻ സ്റ്റുഡിയോയിലോട്ട് പോട്ടെ. നീ കാപ്പ് കിട്ടിയില്ല. നാളെ കളത്തിൽ ഇറങ്ങാനായിട്ട് അവനും ഗിരീഷണ്ണനും കാപ്പിട്ട് അങ്ങനെ അവിടെ പോയി ഓണ്ട വാഴപ്പണേ പോയിക്കണ ഗൈസ്. ഞാൻ സ്റ്റുഡിയോയിലോട്ട് പോയിട്ട് വരാം ഗൈസ്. കുറച്ച് ഫുട്ടേജ് കോപ്പി ചെയ്യാണ്ട് അങ്ങ് പോയിട്ട് വരാം. 10 മണി എപ്പോ ഒന്നാണ് നമ്മള്. അയ്യോ എന്റെ അമ്മയെ തളർന്നു. എന്റെ മോനെ ഗൈസ്, എന്തൊരു അനുഗ്രഹമായിരുന്നു അവിടെ. അവിടെ നിക്കാൻ പോലും പറ്റില്ല. അമ്മാതിരി വൈബ്രേഷൻ ആണ്. ഒരു എന്തായാലും നാളെ അവിടെ അഗ്നിക്കാവടിയാണ്. അത് മാത്രമല്ല ചെല്ലമംഗലത്ത് ലൈറ്റൊക്കെ അവർ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. തിരിച്ചു വന്ന വഴിക്കുണ്ട്. രാവിലെ നിർമ്മാല്യം തൊഴാൻ പോവാം. നമ്മൾ ഉത്സവമുള്ള സമയത്ത് അമ്പലത്തിൽ നിർമ്മാല്യം സ്പെഷ്യലാണ്. അപ്പോൾ 3 ദിവസം എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ 3 ദിവസം എന്തായാലും നമുക്ക് തൊഴുവാം. എനിക്കാണെങ്കിൽ അവിടെ നിന്ന് വന്നിട്ടാണെങ്കിൽ എനിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് ഗൂസ് ബംസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കരിയത്തൊക്കെ എന്റെ അഗ്നിക്കാവടി നിങ്ങൾ കണ്ടെന്ന് അല്ലെങ്കിൽ നമ്മുടെ അഭിഷേകം നിറച്ചതൊക്കെ വ്യത്യാസമാണ്. നമ്മളവിടെ കലശത്തിനകത്ത് നിറയ്ക്കുമ്പോൾ ഇവിടെ കാവടിക്ക് അവര് അഭിഷേകം ചെയ്യാണ് ചെയ്യുന്നത്. കുങ്കുമം, ഭസ്മം, തേന്, നെയ്യ്, തൈര്, പാല്, ഭഗവാൻ അഭിഷേകം ചെയ്യണ എല്ലാം കാവടി അഭിഷേകം ചെയ്തെടുത്ത് ഇവിടെ അവര് ഫ്രീ ആയിട്ട് അനുഗ്രഹിച്ചോളട്ടെ എന്നുള്ളൊരു ഇതിലാണ്. നമ്മളവിടെ ആണെങ്കിൽ കുറച്ച് അനുഗ്രഹിച്ച് കഴിയുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്ത് കളയും. എന്നിട്ട് കാവടി സമയത്താണ് അനുഗ്രഹിപ്പിക്കുന്നത് കൂടുതൽ. എന്റെ ഭഗവാനെ, അന്യായ പവറും വൈബ്രേഷനും ആയിരുന്നു ഗൈസ്. ഒരുപാട് ഉപപ്രതിഷ്ഠകളുണ്ട് കേട്ടോ. കുടുംബത്തിൽ നിന്നുള്ള അനുഗ്രഹം പയ്യന്മാർക്ക് ലെവല്. ഓൾമോസ്റ്റ് എല്ലാ ദൈവങ്ങളും ഞാൻ ഇന്ന് അവിടെ കണ്ടു ഗൈസ്, ഓരോ രൂപത്തിൽ. എന്തായാലും നല്ലൊരു ഡേ. എവിടെ തുടങ്ങി എവിടെ വന്ന് എന്റെ ഇത് നോക്കണേ ഗൈസ്. ഒന്നും പ്ലാൻഡ് അല്ലായിരുന്നു. എല്ലാം ആകെ അഖിലേഷിന്റെ അവിടെ പോണത് മാത്രം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അങ്ങ് വന്ന് ചേരുകയായിരുന്നു. ഇറ്റ് വാസ് എ നൈസ് ഡേ. ഡിഡ് യു ഗൈസ് എൻജോയ് വിത്ത് മീ? എൻജോയ് ചെയ്തെങ്കിൽ കമന്റിൽ പറയൂ ഗൈസ് എന്തെങ്കിലുമൊക്കെ. ഐ ലവ് യു. ഞാൻ ആലോചിക്കായിരുന്നു എന്റെ അനുഗ്രഹം ആദ്യമായിട്ട് കാപ്പ് കെട്ടേണ്ടെന്ന് കണ്ടപ്പോ എന്തൊക്കെ ബഹളമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ എന്റെ ഓഡിയൻസിന്. ഇത് നമ്മുടെ ഇവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും എന്റെ ത്രൂ നിങ്ങൾ ഇതൊക്കെ കാണുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഗൈസ്. എപ്പോഴോ എവിടെയൊക്കെയോ വെച്ച് എന്റെ കയ്യിൽ നിന്ന് പോയ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ എവിടെ നിന്നൊക്കെയോ എനിക്കിപ്പോ ഭഗവാനായിട്ട് തിരിച്ചു കൊണ്ടു തന്നോണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഗൈസ്. ഇന്ന് അവിടുത്തെ ചെണ്ടവളം കേട്ടപ്പോ ചെണ്ടപടുത്തം റീസ്റ്റാർട്ട് ചെയ്യണം. ഞായറാഴ്ച മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പൊ ഒരു ദിവസം ആശാനെ പോയി കണ്ട്. കാരണം സുരേന്ദ്രൻ ആശാന്റെ കൈ കൊണ്ട് ഗണപതി അടിച്ചാണ് എന്റെ ആദ്യത്തെ വ്ളോഗ് ഞാൻ തുടങ്ങുന്നത്. എല്ലാം അവിടെ നിന്നാണ്, അവരൊറ്റ സ്ഥലത്തു നിന്നാണ് എന്റെ എല്ലാം തുടങ്ങിയത്. അപ്പോ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ലൈഫിൽ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഇപ്പൊ റുട്ടീനായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും ഫിക്സ്ഡ് ആയി. അതുപോലെ ചെണ്ടപടുത്തവും കൂടെ ഒന്ന് തുടങ്ങണം എന്നാണ് എന്റെ ആഗ്രഹം. അത് ഞാൻ ഇപ്പൊ ഉറപ്പൊന്നും പറയുന്നില്ല. എന്റെ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും ഒരു ദിവസം ആശാനെ പോയി കാണാം. നിങ്ങളെ കൊണ്ടുപോവാം, നമുക്ക് ഒന്നിച്ച് പോവാം. ലവ് യു ഗൈസ്. ഗുഡ് നൈറ്റ്. നാളെ രാവിലെ ഇനി നിർമ്മാല്യം. ബൈ ബൈ.